ഹായ് ഒരുവൺ 21, 22, 23 ദിവസങ്ങളിലെ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം CBT മോഡ് പരീക്ഷയാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി കൂടി ഈ വീഡിയോയിൽ പറയാം. ഇതിനൊക്കെ പുറമെ ഈ ഞായറാഴ്ച, അതായത് നാളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസത്തിനനുസരിച്ചിരിക്കുമെങ്കിലും പരീക്ഷയ്ക്ക് മുമ്പുള്ള ലാസ്റ്റ് സൺഡേ നമ്മളൊരു പേപ്പർ 1 മാരത്തൺ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ നൽകാം. ആദ്യം തന്നെ പരമാവധി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലിമിറ്റഡ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിനെ അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള പാർട്ട് ആദ്യമേ ചെയ്യുക. 3-4 ദിവസം മുൻപ് വന്നിട്ടുണ്ട്. മറ്റ് ദിവസങ്ങളിലെ ഹോൾ ടിക്കറ്റും നമുക്ക് വരുന്ന ദിവസങ്ങളിലായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോട് കൂടെ നിങ്ങൾക്ക് മുൻപൊരു പബ്ലിക് നോട്ടീസ് കിട്ടിയിരുന്നല്ലോ, 26ന്റെ എക്സാം 27ലേക്ക് മാറ്റിവെച്ചു. അതാത് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റികളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിറ്റി മറക്കാതെ ജോയിൻ ചെയ്യുക. CBT എക്സാമിൻ്റെ ചില പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് എന്ന് ആദ്യമേ പറയാനുള്ളത്. ഇപ്പോൾ പരീക്ഷയുടെ ചോദ്യങ്ങൾ കാണുന്നതിലായാലും, ചിലപ്പോൾ പരീക്ഷ തുടങ്ങാനുള്ള ഡിലേ ആയാലും, ടെക്നിക്കലായിട്ടുള്ള ഗ്ലിച്ചസും മൗസിൻ്റെ മൂവ്മെൻറ്റിലുള്ള കുറവും ചെറിയ സ്ക്രീനുകൾ കിട്ടുന്നതും ഒക്കെ പ്രതീക്ഷിച്ച് പോവുക. അപ്പോൾ പരീക്ഷാ ഹാളിൽ നമുക്ക് നല്ലൊരു സെറ്റിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസം, 9 മാസം, 1 വർഷം, 2 വർഷമൊക്കെ പഠിച്ചത് വിലയിരുത്തുന്ന 3 മണിക്കൂറാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം സ്ട്രെസ്ഡ് ഔട്ടായി നിങ്ങളുടെ കാംനെസ് കളയരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ മാറ്റി കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും കഴിവതും ശ്രദ്ധയോടെ എല്ലാ ഓപ്ഷനുകളും വായിച്ച് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിലും അമിതമായിട്ട് ടൈം കളയാതിരിക്കുക. പലപ്പോഴും DAയുടെ ചോദ്യങ്ങളൊന്നും വായിച്ചു പോലും നോക്കാതെ 5 ചോദ്യം സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്. ദയവായിട്ട് അങ്ങനെ ചെയ്യരുത്. ഒന്ന് വായിച്ച് നോക്കുക. അതിൽ എളുപ്പമുള്ള 1-2 ചോദ്യങ്ങളെങ്കിലും ഉണ്ടാവും, അത് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. റീഡിങ് കോംപ്രിഹെൻഷനും പാസേജ് വായിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ക്രോൾ ചെയ്ത് നീക്കി സമയമൊക്കെ എടുക്കേണ്ടി വരും. എങ്കിൽ പോലും പാസേജ് ഒന്ന് സ്കിം ചെയ്ത് 5 ചോദ്യങ്ങൾ ഒന്ന് വായിച്ച് നോക്കി തിരിച്ചു വന്ന് ആ ക്വസ്റ്റ്യനിൽ പറയുന്ന ഏരിയ ഫോക്കസ്ഡ് ആയിട്ട് ഒന്നുകൂടെ വായിച്ചാൽ നിങ്ങൾക്ക് മിക്കവാറും കേസിൽ 3-4 ചോദ്യമെങ്കിലും ഉറപ്പായിട്ടും ശരിയാക്കാൻ പറ്റും. ഇതേപോലെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും കുറച്ച് കണക്കുകളൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചിട്ട് പോവുക. പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ AIMJRF ടെസ്റ്റ് സീരീസിലും ഫ്രീ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ 3 മണിക്കാണ് ഉച്ച കഴിഞ്ഞുള്ള ഷിഫ്റ്റ് തുടങ്ങുന്നത്. രാവിലത്തെ ആയാലും ഉച്ചയ്ക്കത്തെ ഷിഫ്റ്റ് ആണെങ്കിലും ഒരു മണിക്കൂർ മുൻപെങ്കിലും, 1-1.5 മണിക്കൂർ മുമ്പെങ്കിലും എത്താവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ഗേറ്റ് ക്ലോസിംഗ് ടൈം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ നിൽക്കരുത്. അതുപോലെ ഹോൾ ടിക്കറ്റും അതേപോലെയുള്ള 2 ഫോട്ടോകളും ഒഫീഷ്യലായിട്ടുള്ള ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഫോട്ടോ ID കാർഡിൻ്റെ ഒറിജിനലും ഒക്കെ കയ്യിൽ കരുതുക. മറ്റ് സാധനങ്ങളൊന്നും പെർമിസിബിൾ അല്ല. പേഴ്സണൽ വാട്ടർ ബോട്ടിലും സാധാരണഗതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒരു പേനയും വേണമെങ്കിൽ കയ്യിൽ വെക്കാം, അനുവദിക്കുമെങ്കിൽ അത് കൊണ്ടുപോകാം. സാധാരണഗതിയിൽ റഫ് ഷീറ്റും വർക്കൗട്ട് ചെയ്യാനുള്ള പേനയൊക്കെ സെൻറ്ററിൽ നിന്ന് തരികയാണ് പതിവ്. അപ്പോൾ എന്ത് തന്നെ ആയാലും മികച്ച രീതിയിലുള്ള തയ്യാറെടുപ്പ് ഫുൾഫിൽ ചെയ്യുന്ന ദിവസമാകട്ടെ എക്സാമിൻ്റേത്. എല്ലാ നന്മകളും നേരുന്നു. വിജയിച്ചു വരൂ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.